നമസ്കാരം. ഞാനേ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആദ്യത്തെ ചെറിയ കുട്ടി ആ ചേക്കു നിഷ അച്യുതൻ. അപ്പം ഞാൻ ഇങ്ങോട്ട് കയറി വന്ന് നിൽക്കണതിനുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ടെൻഷൻ അടിച്ച് ബേജാറായിട്ടാണ്. എന്നോട് ചോദിച്ചില്ല എന്തൊരു വ്യത്യാസം എന്ന്. ഇതന്നെയാണ് സംഭവം, ടെൻഷൻ ബേജാറ്. ഇപ്പം കയറി വരുമ്പോണ്ടല്ലോ എന്നോട് ചോദിച്ചു എന്താ ചേച്ചിയുടെ പേര്? നിഷ. അതല്ല കേട്ടോ ടെൻഷൻ. അത് കഴിഞ്ഞിട്ടൊരു ചോദ്യമുണ്ട്, ചേച്ചി എവിടുന്നാ വരുന്നത്? ചെർപ്പളശ്ശേരിക്കാർക്ക് കോഴിക്കോട് ഉണ്ടായിട്ട് മലപ്പുറത്ത് തേഞ്ഞിപ്പലം വളർന്നതാണ് ഞാൻ. അതിട്ട് പഠിക്കാനായിട്ട് തൃശ്ശൂർ കൊണ്ടുവിട്ടു. അത് കഴിഞ്ഞിട്ട് കല്യാണം ജോലിയൊക്കെ ആയിട്ട് 10-25 കൊല്ലം ബാംഗ്ലൂരെ ജീവിച്ചേ. ഇപ്പം 2 കൊല്ലമായിട്ട് കൊച്ചി തിരുവനന്തപുരമൊക്കെ ആയിട്ട് ജോലിയായിട്ട് നടക്കണം. ഇതിൽ ഞാൻ ഏത് സ്ഥലമാണ് പറയുക? എനിക്ക് ഒരു സ്ഥലമെങ്കിലും വിട്ടുകൊടുക്കാൻ പറ്റുമോ? അപ്പോൾ അവർക്ക് വിഷമമായാലോ? അപ്പോൾ അതുകൊണ്ട് എനിക്ക് എല്ലാ സ്ഥലവും പറയണം എന്നുള്ളതാണ് എൻ്റെ ടെൻഷൻ. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നീ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പേര് പുറത്ത് പറയാതിരിക്കും കേട്ടോ എന്ന് പറയുന്ന ഒരു അവസ്ഥയാവും അത് കഴിയുമ്പോൾ എന്ന് അറിഞ്ഞൂടാ. പക്ഷെ എന്നാലും അങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ ഈ ടെൻഷനെ പറ്റി പറയാൻ വേണ്ടി ഇവിടെ വന്ന് നിൽക്കുമ്പോണ്ടല്ലോ, നേരെ മുമ്പിൽ നോക്കുമ്പോൾ സുന്ദരനും സുമുഖനും സർവോപരി അതല്ല സർവോപരി കലാകാരനുമായ രമേശ് പിഷാരടി ഒക്കെ കാണുമ്പോൾ എനിക്ക് എന്നെപ്പോലെ ഒരാൾക്ക് സ്വാഭാവികമായി വരുന്നൊരു ചോദ്യമുണ്ട്, സർ ഞാനൊരു സെൽഫി എടുത്തോട്ടെ എന്ന്. ഇനിയിപ്പോൾ അദ്ദേഹം യെസ് എടുത്തോളൂ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ടെൻഷനായി. ദൈവമേ, ഇദ്ദേഹത്തിന് എന്നെയും കൂടി ഏത് ആംഗിളിൽ പിടിച്ചാലാണ് ഒരു ഒന്നിൽ കിട്ടുകയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ടെൻഷനാണ്. എന്നാൽ അത് പറഞ്ഞ് ഇങ്ങോട്ട് നോക്കുമ്പോഴാ രചന നാരായണൻകുട്ടി, ഈശ്വര ഈ കുട്ടി ചിരിക്കുന്നത് എന്തൊരു ഭംഗിയാന്ന്. ഇതാണ് അടുത്ത പ്രശ്നം. ഭംഗിയുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ പറയാൻ വന്നതൊക്കെ മറക്കും. എനിക്കറിയത്, അതാണ് എൻ്റെ ടെൻഷൻ. ഇത് ഞാൻ പറയാ അത് താത്തൊട്ട് മോശമല്ല, ഒന്നങ്ങട് കണ്ണു പാളിയാ. താത്ത എന്താ ഗ്ലാമർ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ പ്രായത്തിൽ, എന്താ അടിപൊളിയല്ലേ. എനിക്ക് ഈ ടെൻഷൻ്റെ കാര്യം പറയുമ്പോണ്ടല്ലോ, ടെൻഷൻ പലർക്കും പലവിധാണെങ്കിലും ആളുകൾ ഈ ടെൻഷനോട് പ്രതികരിക്കുന്ന രീതിയും പലവിധമാണ്. ഞാൻ നോക്കിയിട്ട് ഈ നാട്ടിലുള്ള എല്ലാവിധ ടെൻഷനെയും നമുക്ക് 2 പാത്രത്തിലാണ് മാറ്റിയിടാം. ഓക്കെ, ദൈവമേ തിങ്കളാഴ്ച എനിക്ക് പരീക്ഷ ഉണ്ടല്ലോ, അതാണോ നിങ്ങളുടെ ടെൻഷൻ? പേടിക്കണ്ട, ആ ടെൻഷൻ എടുത്ത് ഈ പാത്രത്തിലേക്ക് ഇട്ടോളൂ. പ്രതിവിധി ഉണ്ടല്ലോ, പഠിച്ചു തുടങ്ങിയാൽ പോരെ ഭൈ, വേറൊന്നും വേണ്ടല്ലോ. അതല്ല, എന്താ എൻ്റെ കുട്ടിയെ ചെയ്യുക? എൻ്റെ അമ്മായിമ്മയ്ക്ക് എന്നെ കണ്ണെടുത്ത കണ്ടുകൂടാട്ടാ. ആ പ്രശ്നമാണെങ്കിൽ അത് ഈ ബക്കറ്റിലേക്ക് ഇട്ടോളൂ, ഈ ജമ്മ ശരിയാവാനുള്ള സാധ്യതയില്ല. വേറൊരു ജാതി ടെൻഷൻ ഉണ്ട്. എന്താ ഇങ്ങനെ ഏത് നേരം മൊബൈലിൽ തോണ്ടുന്ന മക്കളാണോ നിങ്ങളുടെ ടെൻഷൻ? അതും മിക്കവാറും ശരിക്കും ഇവിടെ പോകേണ്ടത്, പക്ഷെ അതും ഇതിലിടേണ്ടി വരും. കടുത്ത് കഴിഞ്ഞാൽ ചികിത്സ ഇല്ലെങ്കിൽ പ്രതിവിധി ഇല്ലാത്ത സാധനമാണ് ഈ അഡിക്ഷൻ. ഓക്കെ, ഈ 2 ബക്കറ്റിൽ ഈ ബക്കറ്റുള്ള സാധനം ഉണ്ടല്ലോ, നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്ത് ചെയ്തിട്ടും ഇതിന് വ്യത്യാസം ഉണ്ടാവില്ല. പിന്നെ അതിൻ്റെ മുകളിൽ എന്തിനാ നിങ്ങൾക്ക് ടെൻഷൻ? ഈ ടെൻഷന് അതിൻ്റെ ആവശ്യമില്ല, അതാണ് വിടുക. ഇതൊക്കെയാണെങ്കിലും ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഞാൻ അല്ലെങ്കിലും ചെറിയ കാര്യങ്ങൾ ടെൻഷൻ അടിക്കുന്ന എല്ലാവരും പറയുന്നു. പക്ഷെ ഞാനൊന്ന് വലിയ ഇതായി കുറച്ച് പ്രായവും പക്വതയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ വലിയ കാര്യങ്ങൾക്കും ടെൻഷൻ അടിക്കും. ഈ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഉണ്ടല്ലോ, ഈ എന്താ പറയുക, നമ്മുടെ ഹീറോ പെന്നിൻ്റെ മൂഡ് പൊട്ടിയെന്ന് വെച്ചാൽ ഈശ്വര ഇത് അച്ഛനും അമ്മയും അറിഞ്ഞാൽ ചീത്തറിയോ എന്നുള്ളതാണ് ടെൻഷൻ. ഇപ്പം നമ്മുടെ ഹീറോ ഹോണ്ട വണ്ടി ഒരിടത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ പശുവിൻ്റെ വണ്ടിയുടെ മൂഡ് കടിച്ചു പറിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ നമുക്കുണ്ട്. അതുപോലെ ഞാനൊക്കെ കുട്ടിയാകുമ്പോൾ മുടി സ്കൂളിൽ പോകുമ്പോൾ 2 പകുത്തിങ്ങനെ, അപ്പം അതിനിടണ ആ വര കറക്റ്റ് വരയല്ലേ എന്നുള്ളതൊക്കെ ആയിരുന്നു ടെൻഷൻ. ഇപ്പോഴാ ഈ പ്രായമൊക്കെ ആയപ്പോൾ ഈശ്വര നരച്ചതാണെങ്കിലും 4 പൂട തടയിലുണ്ടാവണേ എന്നാണ് ടെൻഷൻ. അതുമാതിരി കുട്ടിയാകുമ്പോൾ വേറൊരു സാധനമാണ് പണക്കുടുക്കയിൽ കാശിട്ട് വെച്ചിട്ട് ആരെങ്കിലും വന്നിട്ട് ഈ പണക്കുടുക്ക തല്ലി പൊട്ടിച്ചിട്ട് എനിക്ക് ചേഞ്ചിന് വേണ്ടി എടുത്തോണ്ടോണ ഒരു പണിയുണ്ട്. അതൊരു ടെൻഷനായിരുന്നു. ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ ഈ 500ൻ്റെ നോട്ടും കൊണ്ട് പോയാൽ ആ ചേട്ടൻ എനിക്ക് ചേഞ്ച് തരുമോ ഭഗവാനെ എന്നുള്ളതാണ് വലുതായപ്പോൾ ടെൻഷൻ. അപ്പം ഈ പൊതുവെ ടെൻഷൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പരീക്ഷനെ മറന്നു പോരുത്. പരീക്ഷ എന്നുള്ള കാര്യം പറയുമ്പോൾ മഹാഭൂരിപക്ഷം പേർക്കുണ്ടല്ലോ വല്ലാത്ത ടെൻഷനാണ്. 2 കൂട്ടർക്കാണ് അപ്പം തീരെ ടെൻഷൻ ഇല്ലാത്ത കേട്ടോ. 1 എല്ലാം പഠിച്ചവർക്കും, 2 ഒന്നും പഠിക്കാത്തവരും. കാരണം അവർക്ക് എൻഡ് റിസൾട്ട് ഏതാണ്ട് അറിയാം. അതേമാതിരി ഒരു സാധനമാണ് കല്യാണം കഴിക്കാത്തവനെ കഴിച്ചില്ലല്ലോ എന്നൊരു ടെൻഷനാ. കല്യാണം കഴിച്ചവർക്കോ കഴിച്ചലോ എന്നുള്ളൊരു ടെൻഷനാ. പുറത്ത് പറയണില്ല എന്നേ ഉള്ളൂ, അതൊക്കെ തന്നെയാണ് കേസ്. ഇങ്ങനെ ഇമാതിരിയുള്ള ടെൻഷനുകൾ ഉണ്ടെങ്കിലും വേറെ എനിക്കെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ടെൻഷൻ വരുന്ന സന്ദർഭം എപ്പോഴറിയോ? ഈ വികട സരസ്വതി അനുഗ്രഹിച്ചിട്ടുള്ള കുഞ്ഞു കുട്ടികളുടെ കൂടെ നമ്മൾ എവിടെയെങ്കിലും പുറത്തേക്ക് പോയ ചില സന്ദർഭങ്ങളുണ്ട്. അയ്യോ, അതുണ്ടാക്കണ ടെൻഷനോളം എനിക്ക് വേറെ ടെൻഷനൊന്നുമില്ല. ഇപ്പോൾ മോനെയും കൊണ്ട് ഞങ്ങൾ ആദ്യമായിട്ടൊരു വിമാനയാത്രയ്ക്കാണ് പോയി.
അപ്പം ഇങ്ങനെ പോകുമ്പോൾ ഈ കുട്ടി കുറേ ചുമന്ന വിമാനങ്ങൾ ഇങ്ങനെ കണ്ടപ്പോൾ പറഞ്ഞു, അച്ഛാ നമുക്കും ചുമന്ന വിമാനത്തിൽ കയറാം. അച്ഛൻ പറഞ്ഞു, അയ്യോ മോനെ അത് പറ്റില്ല, നമ്മൾ നീല വിമാനത്തിലാണ് കയറണേ എന്ന് പറഞ്ഞ് അതിക്ക് കൊണ്ട് കയറ്റി. ഇറങ്ങിക്കഴിഞ്ഞ് അന്ന് ആ വിമാനം അവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് എന്തോ കുറേ സമയം എടുത്തു അത് അതിൻ്റെ സ്ഥാനത്തേക്ക് പോവാൻ. അപ്പം വീണ്ടും ഇതാ കിടക്കണു അടുക്കിയിട്ട് ചുമന്ന വിമാനങ്ങൾ പുറത്ത്. കുട്ടി അവിടെ നിന്നിട്ട് ഒരൊറ്റ ഒരു വർത്താനാണ്. ഞാൻ അച്ഛനോട് അപ്പോഴും പറഞ്ഞാൽ നമുക്ക് ചുമന്ന വിമാനത്തിൽ കയറാമെന്ന്. ഈ നീല വിമാനത്തിൽ കയറിയിട്ട് ഈ മാമന് ഇത് എവിടെ നിർത്തണ്ടെന്ന് അറിയാഞ്ഞിട്ട് കൊണ്ടു കിടക്കണം. ഞാൻ വേഗം സീറ്റിലോട്ട് ഇരുന്നു, എൻ്റെ അല്ല കുട്ടി എന്നുള്ള ഭാവേന. അതുപോലെ ആരെങ്കിലും പാരന്റ് ടീച്ചേഴ്സിന് മീറ്റിങ്ങിന് പോയവരുണ്ട് ഇവിടെ. നമ്മൾ കുട്ടികളെ വളർത്തിയതിൻ്റെ ഗുണം എങ്ങനെയുണ്ട് എന്നുള്ളതിൻ്റെ പരീക്ഷ കഴിഞ്ഞ് അതിൻ്റെ മാർക്ക് വാങ്ങാൻ പോണ മാതിരിയാണ് അച്ഛനും അമ്മയും ഇതിന് പോവുക. അങ്ങനെ അവിടെ ഇതുപോലെ ഇവൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മളവിടെ പോയിരുന്നു. അവിടെ പോയിരുന്നു ടീച്ചർ വലിയ കുഴപ്പമില്ല, കാര്യങ്ങൾ തെറ്റില്ല, പഠിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഓരോന്ന് കേൾക്കുമ്പോഴും നമ്മളിങ്ങനെ ബലൂണിൽ കാറ്റ് നിറയ്ക്കണത് നമ്മളിങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോവാണ്. അത് കഴിഞ്ഞൊക്കെ കുഴപ്പമില്ല, ഒപ്പിട്ടോളൂ. നമ്മൾ ഒപ്പിട്ടു. തിരിഞ്ഞ് നടക്കാൻ കാലും ഇങ്ങോട്ട് വെച്ച വഴിക്ക് ഒരൊറ്റ വിളിയാ. പിന്നെ മാഡം ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് വേറൊരു കുട്ടിയുടെ അമ്മ മകനെ പറ്റി പരാതി പറഞ്ഞ് സ്കൂളിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ദൈവമേ, ഈ ഭൂമി അങ്ങോട്ട് പിളർന്ന് ഞാൻ എന്താ ഇവിടെ തന്നെ താഴേക്ക് പോവാത്തതെന്ന് എനിക്ക് ടെൻഷനായി പോയി. ഞാനവിടെ ഇരുന്നു. പറഞ്ഞു, അല്ല മാഡം ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ മകനോടും ചോദിച്ചു, ആ കുട്ടിയുടെ അമ്മയോടും ചോദിച്ചു. അതായത് അവരുടെ മകൻ അവരുടെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു അത്രേ, ഇന്ന് മിസ് ചോദിച്ചു വലുതാവുമ്പോൾ എന്താ ചെയ്യാന്ന്. ഞാനും എൻ്റെ സുഹൃത്തും കൂടി വലുതാവുമ്പോൾ അഡൽട്ട് പടം ഉണ്ടാക്കാനാ പോണേന്ന് പറഞ്ഞു അത്രേ. തകർന്ന് തരിപ്പണയില്ലേ. അപ്പൊ പറഞ്ഞു, ഞാൻ ചോദിച്ചു അങ്ങനെ പറഞ്ഞു. അപ്പൊ വിഷമിക്കണ്ട, ഞാൻ നിങ്ങളുടെ മകനോടും ചോദിച്ചു. ആ അമ്മയുടെ ടെൻഷനൊന്നും ആലോചിക്കണം കേട്ടോ. ടീച്ചറോട് ചോദിച്ചു. ടീച്ചറോട് മോനോട് ചോദിച്ചപ്പോൾ അവൻ വളരെ വ്യക്തമായിട്ട് കാര്യം പറഞ്ഞു. അതായത് ടീച്ചറെ, ഞങ്ങൾ കുട്ടികളാവുമ്പോൾ കുട്ടികൾക്ക് സിനിമ ഉണ്ടാക്കാൻ പറ്റില്ലോ, ഞങ്ങൾ വലുതാവുമ്പോൾ വലിയവർക്ക് കാണാനുള്ള സിനിമ ഉണ്ടാക്കും, അതാണ് അഡൾട്ട് മൂവി എന്ന് പറഞ്ഞു. ശരി. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. തലേന്നേ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകുമോ അച്ഛ എന്ന് ചോദിച്ച മകനോട് അവിടെ ഇരുത്തി 1/2 മണിക്കൂർ ക്ലാസ് എടുത്തിട്ട് സെൻസർ ബോർഡ് PGUA എന്ന് മറ്റത് എന്തൊക്കെയോ പറഞ്ഞ് ക്ലാസ് എടുത്ത് എൻ്റെ സ്വന്തം ഭർത്താവാണ് ഈ കഥയുടെ സൂത്രധാരനും പ്രധാന വില്ലനെന്ന് എനിക്ക് അപ്പം മനസ്സിലായി. ഞാൻ വിചാരിച്ചു ഈ സാധനം പടം കൊണ്ട് അവസാനിക്കുന്നു വിചാരിച്ച് ഇങ്ങനെ വിട്ടിരിക്കുക. ഒരു ദിവസം പിന്നെയും ഭാര്യയും ഭർത്താവ് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്നേഹം വരും പോവും ഇങ്ങനെയുള്ളൂ. അങ്ങനെ കാറിൽ ഇങ്ങനെ പോകുമ്പോൾ കുട്ടിക്കൊരു തോന്നൽ സ്നേഹത്തിൽ കുറഞ്ഞിട്ടുണ്ടോയെന്ന്. ഈവൻ ഇപ്പോൾ ഈ രമേശ് പിഷാരിയും രജനിയും കൂടി ഇരിക്കണ പോലെ ഈ കാറിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇട്ടിട്ട് കുട്ടി ഒരൊറ്റ ചോദ്യം, അച്ഛാ അച്ഛനും അമ്മയും കൊണ്ടൊരു പടത്തിന് പൊക്കൂടെ എന്ന്. ഇവൻ്റെ സങ്കല്പത്തിന് സന്തോഷം വരാൻ സിനിമ മാത്രമേ ഉപാധിയുള്ളൂ കുട്ടികളെ. വണ്ടി ഓടിക്കണത് എന്ത് വന്നാലും ടെൻഷൻ അടിക്കാത്ത എൻ്റെ കെട്ടിയോനായതുകൊണ്ട് അത് എവിടെയും കൊണ്ട് ഇടിച്ച് ചേർത്തി നിർത്തിയില്ല. ഞാനായിരുന്നെങ്കിൽ അത് എവിടെ പോയി എന്ന് ചോദിച്ചാൽ മതി. ഞാൻ പണ്ടും അങ്ങനെ, എനിക്കിപ്പോൾ ഉണ്ടല്ലോ ചെറിയ കാര്യം വന്ന ആരെങ്കിലും പറഞ്ഞാണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനാവും. എന്നോട് വന്ന ഒരാൾ പറയാണ്, ദേ ആകാശം ഇടിഞ്ഞു വീണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ടെൻഷനായി. എൻ്റെ ദൈവമേ, ഇത് ഭൂമധ്യരേഖയിൽ നിന്ന് പൊട്ടുമോ അന്റാർട്ടിക്കയിൽ നിന്ന് പൊട്ടുമോ, ഈ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിൽ പോകാനുള്ള സാവകാശം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഈ ബിന്ദു പണിക്കർ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് ഓടി കിടക്കണം, എന്താ വേണ്ടത് ഏതാ വേണ്ടത്. ഇതേ കാര്യം എൻ്റെ ഭർത്താവിനോട് പോയി പറയണേ, മാഷെ ആകാശം ഇടിഞ്ഞു വീഴുത്രേ എന്ന് പറഞ്ഞാൽ കക്ഷി പറയും, വെരി ഗുഡ്, ഇത് എവിടുന്ന പൊട്ടുന്ന നോക്കാം, വേണമെങ്കിൽ വല്ല തട്ടോ മുട്ടോ കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് മുള വാങ്ങാന്ന്, അല്ലെങ്കിൽ ചിലപ്പോൾ താർപ്പായി വിരിച്ചാൽ മതിയാവുന്ന, അത് പൊട്ടുമ്പോൾ ടെൻഷൻ അടിച്ചാൽ പോരെ, താൻ എന്തിനാ ഇപ്പൊ തന്നെ ടെൻഷൻ അടിക്കുന്നേ. ഇങ്ങനെ മിണ്ടിയ ടെൻഷൻ അടിക്കണം. ഞാനും എന്തിനും ടെൻഷൻ അടിക്കാതെ മൂപ്പരെ ഏതുകൊണ്ടാവുന്നുണ്ട് തട്ടിമുട്ടി ഇങ്ങനെ പോണത്. ഇതിപ്പോൾ ഈ കുട്ടികളുടെ കാര്യം പറഞ്ഞാൽ ടെൻഷൻ ഉണ്ടാക്കണ കാര്യം ഉണ്ടല്ലോ, ഇതിപ്പോൾ അവനൻ്റെ കുട്ടികളെന്നെ വേണമെന്നൊന്നുമില്ല. ഒരു ദിവസം ഫ്രണ്ട് വീട്ടിൽ വന്നു വണ്ടിയൊക്കെ ഓടിച്ച് മോനെയും കൊണ്ട്, പിള്ളേർ അവിടെ കളി, അതിൻ്റെ ഇടയിൽ അവളുടെ മോനെ ഓടിപ്പാഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് ചോദിച്ചേ, അമ്മേ പെണ്ണുങ്ങൾ വണ്ടി ഓടിക്കുമോ? ഇവളുടെ ആത്മാഭിമാനം അങ്ങോട്ട് മുറിവേറ്റു. വണ്ടി ഓടിച്ച് ചെക്കനെയും കൊണ്ട് വന്നത്. പിന്നെ എന്താടാ നീ അങ്ങനെ ചോദിക്കണേ, പെണ്ണുങ്ങളെല്ലാം വണ്ടികളും ഓടിക്കൂലോ, നീ കണ്ടില്ലേ അമ്മ വണ്ടി ഓടിക്കണില്ലേ? ആഹാ, അമ്മ പെണ്ണാണോ? അവശേഷിക്കുന്ന ആത്മാഭിമാനം കൂടെ അവരുടെ തകർന്നു പോരെ. അതുമാതിരി ഈ കല്യാണത്തിന് പോകുമ്പോൾ ധാരാളം ഇതുപോലത്തെ വികട സരസ്വതികൾ അനുഗ്രഹിച്ച മക്കളുള്ള അവിടെ സ്ഥലമാണ്. ഞാനൊരു കല്യാണത്തിന് അണിഞ്ഞൊരുങ്ങി അത്യാവശ്യം കുറച്ച് മുല്ലപ്പൂവൊക്കെ കിട്ടി ഇതൊക്കെ സംഘടിപ്പിച്ച് സുന്ദരിയാണെന്ന് സ്വയം അങ്ങോട്ട് തീരുമാനിച്ച് ഒരു ആത്മധൈര്യമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ നമ്മളൊരു ലിഫ്റ്റിൽ കയറിയിട്ട് വേണം അതിൻ്റെ സ്ഥലത്തേക്ക് പോകാൻ. അങ്ങനെ ലിഫ്റ്റിൽ നമ്മളെല്ലാവരും കൂടി കയറിയപ്പോൾ
പിന്നിൽ ഏതോ ഒരു കശ്മലൻ എൻ്റെ അനിയൻ്റെ കുട്ടിയുടെ കാലുമുല ചോട്ടി, ചെറുതാ. അവൾ എടുത്ത വഴിക്ക് അവിടുന്ന് ഹൗ ഈ തടിച്ച വല്യമ്മ അങ്ങോട്ട് കയറിയപ്പോൾ എനിക്ക് ലിഫ്റ്റിൽ നിൽക്കാൻ സ്ഥലമില്ല. പോയോ? അത്രയും നേരം ഈ ലിഫ്റ്റിലെ നമ്പർ പാഡ് മാത്രം കുത്തി കളിച്ചുകൊണ്ടിരുന്ന ലിഫ്റ്റ് ഓപ്പറേറ്റർ വരെ ഏതാണ് ആ തടിച്ച വല്യമ്മ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി. അത് ഞാനാണ് എന്ന നിലയ്ക്ക് നമ്മളും എന്താ ചെയ്യുക? ഒരു നിമിഷാർദ്ധം കൊണ്ടാണ് അവളുടെ ഗ്ലാമറസ് ആൻറ്റി ആയിട്ട് വന്ന ഞാൻ വെറും ഒരു തടിച്ച വല്യമ്മയായിട്ട് അവശേഷിച്ചത്. ഇപ്പോൾ ഓരോ ആശ്വാസം എന്താണെന്ന് അറിയോ? ഈ കുട്ടികളൊക്കെ അങ്ങനെ വലുതായി വലുതായി വരികയാണ്. ഇവർക്കൊക്കെ കുറച്ചും കൂടി ബുദ്ധിയും ബോധവും സഹാനുഭൂതിയൊക്കെ ഉണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അല്ല, അപ്പം അടുത്ത പ്രശ്നം, ഇതൊക്കെ വലുതായി കഴിഞ്ഞാൽ ഇവർക്ക് കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ അവരും തന്നെയല്ലേ പണിയുക. അതിനെപ്പറ്റി ഇപ്പം എന്തായാലും ഞാൻ ടെൻഷൻ അടിക്കുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷമായിട്ട് ടെൻഷൻ ഇല്ലാതെ അച്ചക്കു സൈനിങ് ഓഫ്. Once upon a time, once upon a